ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിന്നൊരു പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം ഈ വചനം കേൾക്കുന്ന ഓരോ ആത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകാതെ സ്വർഗത്തിൽ നമുക്ക് മുഖാമുഖം കണ്ട് ആരാധിക്കാൻ കൃപ ലഭിക്കട്ടെ എന്ന്. അല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നമ്മൾ ഈ വചനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് പങ്കുവെച്ച് ഇനി സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇപ്പം നിങ്ങൾ ഭൂമിയുടെ ഓരോക്കെ സൈഡുകളിലല്ലേ, അല്ലേ, ഞാനിങ്ങനെ ഒരു കോണിൽ. അപ്പോൾ അതിൻ്റെ സഹോദരൻ നമ്മൾ സ്വർഗത്തിൽ വെച്ച് നമ്മളെല്ലാം കണ്ടുമുട്ടും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കർത്താവിനെ ശുശ്രൂഷിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട ഒരു സംഗതിയാണ് ഭയവും വിറയലും നമുക്ക് ആവശ്യമാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. സങ്കീർത്തന പുസ്തകത്തിൽ 2-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 11-12 വാക്യങ്ങളിൽ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ, വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ. നമുക്കറിയാം, നമുക്ക് സ്കൂളിൽ പഠിച്ച സമയത്ത് ചിലപ്പോൾ അധ്യാപകരെ കാണുമ്പോൾ, അല്ലേ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഉദ്യോഗസ്ഥരെ കാണുമ്പോഴൊക്കെയുള്ള നമ്മുടെ ചില ഭാവമാറ്റങ്ങൾ, രീതികൾ. അപ്പോൾ ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഭയത്തോടെ കർത്താവിനെ, അത് ദൈവഭയമാണ് എന്ന് പറഞ്ഞാൽ പേടിയല്ല, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബഹുമാനത്തിൽ നിന്നുണ്ടാകുന്നൊരു ഭയമാണ്, അല്ലേ. ഭയത്തോടെ കർത്താവിനെ വിശ്വസിച്ചു, വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈശോയെ നേരിട്ട് കാണുന്ന ദിവസം ഒന്ന് ആലോചിച്ച് നോക്കി, അല്ലേ. എങ്ങനെയായിരിക്കും നമ്മൾ ഈശോയുടെ മുമ്പിൽ നിൽക്കുക? പിതാവിൻ്റെ മുമ്പിലെ നമ്മൾ പിതാവിനെയൊക്കെ നേരിട്ട്, അല്ലേ, ആ ഒരു പരിശുദ്ധത്തിന് സാന്നിധ്യം അനുഭവിക്കുന്നത്, ആ രംഗനീതി എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ ദേവാലയത്തിൽ പെരുമാറേണ്ടത്. നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലെ പ്രാർത്ഥന പറയും നമ്മൾ പെരുമാറേണ്ടത് എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ദേവാലയത്തിലൊക്കെ ചെല്ലുമ്പോൾ, അതിൻ്റെ പരിസരത്ത് ചെല്ലുമ്പോൾ സംസാരം കുറയ്ക്കണം, അല്ലേ. അവിടെ കുമ്പിടുന്ന രീതികൾ, അല്ലേ, പള്ളിയിൽ കുമ്പിട്ട് ആരാധിക്കുമ്പോൾ വിറയലോടെ ഈശോയുടെ പാദം ചുംബിക്കുന്ന പോലെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പക്ഷേ പ്രിയപ്പെട്ട സഹോദരൻ, കുറേ കാലങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ദൈവവയവൊക്കെ അല്ലെങ്കിൽ ആ ഒരു ബഹുമാനമൊക്കെ പതുക്കെ നഷ്ടപ്പെട്ടു പോകാൻ ഒരു സാധ്യതയുണ്ട്. അതിനകത്ത് നമ്മൾ വീണു പോകരുത്. ഈശോയെ എപ്പോഴും ദേവാലയവുമായ ഭക്തകൃത്യങ്ങളെല്ലാം വലിയ ദൈവഭയത്തോടെ, വലിയ വിറയലോടെ, ആദരവോടെ പെരുമാറാൻ ഞങ്ങളെല്ലാവരെയും അഭിഷേകം ചെയ്യണമേ. കർത്താവ് അനുതപിക്കേണ്ട മേഖലയുണ്ടെങ്കിൽ കുമ്പസാരിക്കാനുള്ള ഒരു അനുതാപം ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒപ്പം കർത്താവെ, ഇവരുടെ പ്രാർത്ഥനകളെല്ലാം സഫലമായി തീരും.